ഹലോ, അതെ, പ്ലീസ് ഹോൾഡ് ഓൺ. ലീനയ്ക്കൊരു കോൾ. ഹലോ ലീന, ഇത് ബെന്നിയാണ്. പ്ലീസ്, ലീന എന്നെ തെറ്റിദ്ധരിക്കരുത്. ഒരു തെറ്റിദ്ധാരണയില്ല. ഹലോ, ഐ ലവ് യു ലീന. എല്ലാം ശരിയാക്കി തരാം. നിങ്ങളുടെ പണക്ക് ഞാൻ മാറ്റി തരാം. ഓക്കെ, ഐ ലവ് യു. ഓക്കെ. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ്. നിന്നോടെന്ത് പറഞ്ഞു? നിന്നോടെന്ത് പറഞ്ഞു? ഐ ലവ് യു. നിന്നോടോ? ഡോണ്ട് ഡിസ്റ്റർബ്. അയ്യോ, ഐ ലവ് യു, ഐ ലവ് യു. എന്നോടറിയോ? അറിയോ? ഒന്ന് മാറിക്കിടന്നേട്ടാ. എന്നോട് ഐ ലവ് യു എന്നാ പറഞ്ഞു. എന്നോട് ഐ ലവ് യു എന്നാ പറഞ്ഞത്. ലീന, എന്റെ കാത്തിരിപ്പ് അല്ല കാത്തുനിപ്പ് സഫലമായി. ലീന വന്നല്ലോ. അതിനെന്താ? ഒന്നുമില്ല. ബെന്നി എവിടെ? ഞാൻ കണ്ടില്ല. കണ്ടാൽ ഞാൻ അന്വേഷിച്ചായിട്ട് പറയണം. വരട്ടെ, ബൈ. ഹായ് ബെന്നി. ബെന്നി, what a fool you are. Me? ഓഫീസിലേക്ക് ഫോൺ ചെയ്യരുത്. Don't know, she's a country bonamp. Yeah. Oh, I forgot. Who's that girl? Dance sari pole. She's a girl. I need explanations. Leena, she's the owner. Owner? You are owner? Yes, house owner. Oh, thank God. I feel so much relaxed. Come on, dear. ആരാ മോളത്? വൈകുന്നേരം നിന്നോടൊപ്പം കണ്ട ആ ചെറുപ്പക്കാരൻ. ഓ, ബെന്നി. ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ ഡാഡിയോട്? ബെന്നി, മൈ ഫ്രണ്ട്. ഹീസ് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ഡാഡ്. കോളേജ് വെച്ച് ബെന്നി വരച്ച ഗ്ലാസ് ഓൺ എ മിറർ. ഓ, വാട്ട് എ മാർവലസ് വർക്ക്. എന്നിട്ട് മോളെന്നെ ഒന്ന് പരിചയപ്പെടുത്തിയില്ലല്ലോ. ഷുവർ, നാളെ ബെന്നിയെ ഞാൻ ഇവിടെ കൂട്ടിക്കൊണ്ടുവരാം. അത് വേണ്ട, മോൾ അവന്റെ അഡ്രസ്സിങ് എന്നേരെ ഡാഡി പോയി കണ്ടോളാം. നൈസ് ഐഡിയ. ഞാൻ ചെല്ലുന്ന കാര്യം മോളെ അയാളോട് പറയണ്ട. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. ഓക്കെ.
ബെന്നി ഉം? ഡാഡി വരുന്നു. വരട്ടെ. ബെന്നിയെ കാണാൻ എന്റെ ഡാഡി വരുന്നു. വന്നോട്ടെന്നേ. പാവം. അയ്യോ, സോറി, ഞാൻ അറിയാതെ മുറി വൃത്തിയാക്കിപ്പോ മനഃപൂർവ്വം. സാരില്ല, ഇറ്റ്സ് ഓൾ റൈറ്റ്. ഡേയ്, ഇതൊന്ന് പിടിച്ചിറക്കണേ. ഞാൻ പിടിക്കാം. ഇതൊന്ന് പിടിച്ചിറക്കേ. അയ്യോ, എന്തൊരു വെയിറ്റ്. ആ കിളവൻ വരുന്നതിന് മുമ്പ് വേണം. നിങ്ങൾ ആരെയെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഏയ്, ഉണ്ട്. ആരെ? ആ പെണ്ണിന്റെ തന്ത. ഏത് പെണ്ണിന്റെ? ആഹാ, അപ്പൊ നിനക്ക് വേറെയും പെണ്ണുണ്ടല്ലേ? പുള്ളിക്ക് ബുദ്ധിക്ക് നല്ല സ്ഥിരതയില്ലേ? അതിവിടെ എനിക്ക് മാത്രമല്ലല്ലോ. ആരാണ് അത്? ഡാഡി, ഡാഡി, ഡാഡി. എന്താണ് ബഹളം? അല്ല, ബഹളം. ഡാഡിയാ. Glad to meet. ഡാഡിക്ക് നല്ല സുഖമില്ല. 15 വർഷം ഞാൻ പട്ടാളത്തിലായിരുന്നു. അതിനുശേഷം 1.5 വർഷം ആശുപത്രിയിലായിരുന്നു. മെന്റൽ 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 ഹോസ്പിറ്റൽ നേഴ്സായിരുന്നു. നഴ്സല്ല, ഡോക്ടർ. ഡോക്ടർ അല്ല മോനെ, സെക്യൂരിറ്റി ഓഫീസർ. സെക്യൂരിറ്റി ഓഫീസർ തന്നെയാണല്ലോ ഡോക്ടർ. ഏത് മെന്റൽ ഹോസ്പിറ്റലായിരുന്നു? പോണ്ടിച്ചേരി. അഹമ്മദാബാദ്. കാക്കനാട്. അവിടുത്തെ സെക്യൂരിറ്റിയോട് അന്വേഷിച്ചാൽ അറിയാൻ കാര്യം. ഫോൺ വന്ന് എനിക്കാ. ഹലോ, അതെ, ആർട്ടിസ്റ്റ് ബെന്നിയാണ്. ബാംഗ്ലൂരിൽ നിന്ന് ട്രങ്കോളോ കൊടുക്ക്. ബാംഗ്ലൂരിൽ നിന്നാണേ. ആർട്ടിസ്റ്റാ, എപ്പോഴും ഫോൺ വരും, വലിയ ശല്യ. ആ, പെയിന്റിംഗ് ഫിനിഷ് ആയിട്ടില്ല. നിങ്ങളിങ്ങനെ ബഹളം ഉണ്ടാക്കിയാൽ എങ്ങനെയാ? ഞാൻ വളരെ ബിസിയാണ്. 10-15 ഓർഡർ പെൻഡിങ്ങിലുണ്ട്. ആ, തൽക്കാലം നിങ്ങൾ ഒരു 10 ലക്ഷം രൂപ കൊടുത്തു വിട്. ആ, ഓ, എക്സിബിഷന് പെയിന്റിങ്ങോ? പെയിന്റിംഗ് ഇല്ല, തൽക്കാലം കലണ്ടർ നോക്ക്. കോഡ്ലെസ് ഫോണാണ്. കോഡ്ലെസ് ഫോണാണ്. നിങ്ങൾ പിന്നെ വിളി. അമ്മയില്ലേ? ഇത്ര ഒപ്പിച്ച പാട് തന്നെ എനിക്ക് അറിയാം. അല്ല, അമ്മയുണ്ട്. അമ്മ മാർക്കറ്റിൽ പോയിരിക്കും. ഏത് മാർക്കറ്റിൽ പോയിരിക്കും? സൈലൻസ്. നമുക്ക് ആ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ? വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചു. അങ്ങനെ പറയരുത്. ഒരു കുറ്റി പുട്ടെങ്കിലും അങ്ങനെ കഴിക്കണം. ഒരു കുറ്റിപ്പിട്ട് എന്തോ ചെയ്യണം, ഇഷ്ടം പോലെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പിന്നെ കഴിക്കാം. ഇവിടെ യഥാർത്ഥത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഡൈനിങ് റൂമിലോട്ട് പോവാം. താങ്ക് യു. ഒരുപാട് ഐറ്റംസ്. ഇങ്ങോട്ടിരുന്ന പൂച്ച കേറി. നീയല്ലടാ വാതിൽ തുറന്നിട്ടത്. ഞാനല്ല, അത് ഓട്ടോമാറ്റിക് ആയിട്ട് തുറന്നതായിരിക്കും. ഞാൻ ഇപ്പൊ വരാം. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. സാരില്ല, ഇനി ഒരിക്കലാവാ. ഗ്ലാഡ് ടു മീറ്റ് യു. താങ്ക്സ്. സോറി.